നമസ്കാരം. പ്രഭാത വാർത്തകൾ. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം വളരെ ആഘോഷമായി രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. ഭാരതം 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വയനാട് ദുരന്തം ദുഃഖം രേഖപ്പെടുത്തി. വലിയ ആഘോഷങ്ങൾ ഇല്ലാതെ ലളിതമായ രീതിയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ത്രിവർണ്ണ പതാക ചെയർപേഴ്സൺ സബിന ബിഞ്ചു പതാക ഉയർത്തി സന്ദേശം നൽകി. പതാക ഉയർത്തൽ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി, കൗൺസിലർമാർ ബിന്ദു പത്മകുമാർ, രാജശേഖരൻ, PS രാജൻ, BJP-യുടെ മറ്റു കൗൺസിലർമാർ പങ്കെടുത്ത് പതാക ഉയർത്തൽ ചടങ്ങ് വളരെ വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാരണം കൊണ്ടാകാം UDF കോൺഗ്രസ് കൗൺസിലർമാർ പങ്കെടുത്തില്ല. CPM-ന്റെ പ്രമുഖരും കൗൺസിലർമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൂടാതെ കേരള കോൺഗ്രസ് ജോസഫ് വിവാഹം കൗൺസിലർമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. സ്വർഗത്തേക്കാൾ മനോഹരം മതം കാലങ്ങൾക്കും മതങ്ങൾ സ്നേഹഗീതം പാടും മനോഹരം മനോഹരം ഭാരതം മനോഹരം വർണ്ണരാജികൾ എനിക്കു വേണ്ട. ആകാശത്തിലെ വർണ്ണരാജികൾ എനിക്കു വേണ്ട. ആഴത്തിൽ വിളയും മുത്തുമണികളും എനിക്കു വേണ്ട. എന്നും രാഗതാള ലയങ്ങളിലുണരട്ടെ ജനഹൃദയങ്ങൾ. മനോഹരം മനോഹരം ഭാരതം മനോഹരം 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 ഭാരതം മനോഹരം. ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഇപ്പോൾ 2014 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2024 നമ്മൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ രാജ്യം ഒരുപാട് സാങ്കേതിക വിദ്യയിലും അതുപോലെ ശാസ്ത്രരംഗത്തും
അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുപാട് പുരോഗതി നേടിക്കഴിഞ്ഞുവെങ്കിൽ കൂടിയും നമ്മൾ ഇന്നും ഇന്നത്തെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ പീഡനമായാലും കുട്ടികളുടെ പീഡിപ്പിക്കലായാലും നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയുടെ മദ്യം മയക്കുമരുന്ന് പോലുള്ള ഉപയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ടാണെങ്കിലും നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. എന്നിരുന്നാലും നമ്മുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ ജനങ്ങളുടെ സഹകരണത്തോടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും കടമ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും അതേ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്വപൂർവ്വം നടപ്പിലാക്കിയാൽ നമുക്ക് നല്ല ഒരു നാളേക്കായി കൈകോർക്കാം എന്ന് ഞാൻ ഈ ഒരു നല്ല സുദിനത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.